PowerPoint presentation ചെയ്യുന്നതിന്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത PowerPoint presentation ഓപ്പൺ ചെയ്യാം. അതിനായി ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഡെസ്ക്ടോപ്പിൽ മൈ പ്രസൻറ്റേഷൻ എന്ന പേരിലായിരുന്നു സേവ് ചെയ്തിരിക്കുന്നത്. ആ പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത പ്രസൻറ്റേഷൻ ഇവിടെ കിട്ടും. ഈ പ്രസൻറ്റേഷന് അനിമേഷൻ എങ്ങനെയാണ് നൽകുക എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതായത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നു വെൽക്കം ടു മൈ പ്രസൻറ്റേഷൻ. ആ ടെക്സ്റ്റിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ മോഡ് ബാറിൽ അനിമേഷൻ എന്ന് കാണാം. അനിമേഷൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അനിമേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കിട്ടും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഓപ്ഷൻ കാണാം, ഫെയ്ഡായി വരുന്നത്. ഇവിടെ വൈപ്പ് ക്ലിക്ക് ചെയ്താൽ വൈപ്പ് കാണാം. ഇനിയിപ്പോൾ ഫ്ലൈ ഇൻ വേണമെങ്കിൽ ഫ്ലൈ ഇൻ ക്ലിക്ക് ചെയ്താൽ ഫ്ലൈ ചെയ്ത് വരുന്നത് കാണാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള അനിമേഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കസ്റ്റം അനിമേഷൻ എന്നോ പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം അനിമേഷൻ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡ്, അതായത് വലതുഭാഗത്തായിട്ട് ഒരു ഒട്ടനവധി അനിമേഷൻസ് വരും. ഇവിടെ ആഡ് ഇഫക്റ്റ് കൊടുത്ത് സെലക്ട് ചെയ്തിട്ട് എൻട്രൻസ്, ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഓപ്ഷനുകൾ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും സെലക്ട് ചെയ്താൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ അതിൻ്റെ സ്റ്റാർട്ട്, അതായത് ക്ലിക്കിൽ വരണോ, അതായത് നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണോ വരേണ്ടത്, അല്ലെങ്കിൽ പ്രീവിയസ് ബട്ടൺ ഞെക്കുമ്പോൾ വരണോ, അതായത് ബട്ടൺ കൊടുത്തിട്ട് ആ ഒരു ലെവലിലേക്ക് വരണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റും. ഡയറക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡയറക്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് ആണ് സ്പീഡ്. സ്ലോ ആയി വരണോ, ഏത് സ്പീഡ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തൊട്ട് താഴെ പ്ലേ എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെ അനിമേഷൻസ് അതിന് കൊടുത്തിട്ടുണ്ടോ ആ അനിമേഷൻസൊക്കെ ഇത് നമുക്ക് ഷോ ആയി കാണിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അതായത് ഒരു ടെക്സ്റ്റിന് തന്നെ 4 അനിമേഷൻ കൊടുത്താൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് 4 അനിമേഷൻ കൊടുത്താൽ അതൊരു ബോറായിട്ടാണ് പ്രതിഫലിക്കുക. അതായത് നമ്മൾ ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും ഒരു ടെക്സ്റ്റിന് ഒരു അനിമേഷൻ തന്നെ വരും. അതുകൊണ്ട് പരമാവധി ഒരു ടെക്സ്റ്റിന് ഒരു അനിമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇത് കൂടുതൽ അനിമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ റിമൂവ് എന്ന ബട്ടൺ കൊടുത്താൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഏത് അനിമേഷനാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അനിമേഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത ടെക്സ്റ്റിനാണ് അനിമേഷൻ വേണ്ടെങ്കിൽ അടുത്ത ടെക്സ്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത അനിമേഷൻ ആഡ് കൊടുത്തിട്ട് ഏത് അനിമേഷനാണോ വേണ്ടത് ആവശ്യമുള്ള അനിമേഷൻ, അതായത് അത് ബോറായി തോന്നുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അത് റിമൂവ്, ടെക്സ്റ്റിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമുള്ള അനിമേഷൻ കൊടുക്കുക. ഇടയ്ക്ക് സേവ് ചെയ്യുന്നത് നന്നായിരിക്കും. അനിമേഷൻ ഇവിടെ തൊട്ട് താഴെ അനിമേഷന് താഴെ, അതായത് നമ്മൾ വരുന്ന ബോക്സിനുള്ള അനിമേഷൻ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അനിമേഷൻ വേണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് ഏതാണ് അനിമേഷൻ വേണ്ടതെന്ന് വിചാരിച്ചാൽ ആ അനിമേഷൻ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫയൽ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു എറർ വന്നാൽ ആ സേവ് ചെയ്തത് എത്രയാണോ നമ്മൾ സേവ് ചെയ്തത് അത്രയും ഭാഗം നമുക്ക് കിട്ടും. ഇവിടെ സ്ലൈഡ് ഷോ. പിന്നെ ഈ ഷോ നമുക്ക് കാണണമെങ്കിൽ ഇവിടെ സ്ലൈഡ് ഷോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഷോ നമുക്ക് മുഴുവൻ സ്ക്രീനിൽ വലുതായി കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ സ്ക്രീൻ ഫസ്റ്റ് വന്നു. നമ്മളവിടെ ഓൺ ക്ലിക്ക് കൊടുത്തുകൊണ്ട് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അടുത്ത അനിമേഷൻ വരുള്ളൂ. വീണ്ടും ക്ലിക്ക് ചെയ്താൽ അടുത്ത അനിമേഷൻ. ഓരോന്നിനും മൗസ് ക്ലിക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കുന്ന അനിമേഷൻ വരും. ആ അനിമേഷൻസ് അനുസരിച്ച് നമ്മുടെ സ്ലൈഡ് ഷോ മാറുകയും ചെയ്യും. അനിമേഷൻ കാര്യം ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമ്മൾ മെനുവിലേക്ക് തന്നെ പോകും. ഇങ്ങനെയാണ് അനിമേഷൻ കൊടുക്കുന്നത്. ഇനി അനിമേഷന് സൗണ്ട് വേണമെങ്കിൽ ഏത് ടെക്സ്റ്റിനാണോ സൗണ്ട് ഓപ്ഷൻ കൊടുക്കാറുണ്ട്. ഏത് ടെക്സ്റ്റിനാണോ സൗണ്ട് വേണ്ടതെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് ചെയ്ത് വെക്കുന്നതാണ്. പ്രിവ്യൂ അടിച്ചാൽ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സ്പീക്കർ വെച്ച് കിട്ടുവെച്ചാൽ സൗണ്ട് അതിൽ നിന്ന് വരും. ഏത് സൗണ്ട് വേണോ ആ സൗണ്ട് വരെ കൊടുക്കാം. സ്ലൈഡ് സേവ് ചെയ്യാം.
ഇത്രയാണ് അനിമേഷൻ്റെ ഭാഗമായി വരുന്നത്. പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് പ്രിവ്യൂ കാണാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ സ്ലൈഡും കൂടെ ഡയറക്റ്റ് പ്രിവ്യൂ ആയിട്ട് ഈ പ്രിവ്യൂ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അതേസമയം സ്ലൈഡ് മൊത്തമായി കാണണമെങ്കിൽ താഴെ അവിടെ കൊണ്ടുവച്ചാൽ നമുക്ക് ഷോർട്ട് കട്ട് കാണിക്കാം. അതായത് F5 കീബോർഡിൽ F5 കീ അടിച്ചാലാണ് ഫുൾ സ്ലൈഡ് ഷോ വ്യൂ ചെയ്യാൻ പറ്റുക. കൂടുതൽ സ്ലൈഡുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിവരിക്കുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ലഭിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്ക് സെർച്ച് ബോക്സിൽ അബ്ദുൽ മുനീർ NK എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനിൽ സി ഫസ്റ്റ് എന്നുള്ളത് ഇനേബിൾ ചെയ്തിട്ടാൽ ഇത്തരം വീഡിയോകൾ, പുതിയതായ വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് വാൾ പേജിൽ ടൈം ലൈനായി എന്നും ലഭിക്കുന്നതാണ്.